BJPയുടെ മുസ്ലിം ഔട്ട്റീച്ച് പരിപാടി വരാൻ പോവുകയാണ്. നേരത്തെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി ഇട്ടു. ഷോൺ ജോർജിനും അനൂപ് ആൻ്റണിക്കും അനിൽ ആൻ്റണിക്കുമൊക്കെ, PC ജോർജിനും ജോർജ് കുര്യനും അൽഫോൺസ് കണ്ണന്താനം, അങ്ങനെ ഒരു പട തന്നെ, നോബിൾ മാത്യു, ഒരു പട തന്നെ ഉണ്ട് അവർക്ക്, ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. പക്ഷെ അത് വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല. കാരണം ഇവർ കൂടുതൽ കാണാൻ പോയത് അച്ഛന്മാരെയും പിതാക്കന്മാരെയും ബിഷപ്പുമാരെയൊക്കെയാണ്. അവിടെ പോവുക, കേക്ക് കൊടുക്കുക, അവർക്ക് പൊന്നാട ഇടുക, അവരോട് വർത്തമാനം പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നതൊന്നും ചിലപ്പോൾ താഴെ തട്ടിൽ ക്ലിക്ക് ചെയ്യണമെന്നില്ല. മാത്രമല്ല എല്ലാ അച്ഛന്മാരും യൂണിഫോമും അല്ലല്ലോ. കത്തോലിക്ക സഭയിൽ അച്ഛൻ പറഞ്ഞാൽ ഓർത്തഡോക്സിലെ സഭ കേൾക്കണമെന്നില്ല, ഓർത്തഡോക്സിലെ അച്ഛൻ പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്കക്കാർ കേൾക്കണമെന്നില്ല, ഇനി അവർ പറഞ്ഞാൽ അടുത്തവർ കേൾക്കണമെന്നില്ല, പിന്നെ അവരെല്ലാം പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ കേൾക്കണമെന്നില്ല. അപ്പോൾ പല സഭകൾ, പല നേതാക്കൾ, പല പല പള്ളികൾ, അപ്പോൾ പിന്നെ പല അതിരൂപതകൾ, പല രൂപതകൾ. അതുകൊണ്ട് അവർ പറയുന്നതൊന്നും കേട്ടുകൊള്ളണമെന്ന് പരസ്പരം കേട്ടുകൊണ്ടൊരു കോർഡിനേഷനിലൂടെ മുസ്ലിം സമുദായത്തിൽ എടുക്കും പോലുള്ളൊരു കോർഡിനേഷൻ അത്ര എളുപ്പമല്ല. മുസ്ലിം സമുദായത്തിൽ പിന്നെ സുന്നി, ഷിയ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഗ്രൂപ്പുകളേ ഉള്ളൂ. ക്രിസ്ത്യാനികളിൽ കുറച്ചുകൂടെ ഗ്രൂപ്പുകളുള്ളത് കൊണ്ട് പിന്നെ പള്ളിത്തർക്കങ്ങളുണ്ട് അവർ തമ്മിൽ. ഓർത്തഡോക്സും പിന്നെ സുറിയാനി ക്രിസ്ത്യാനിയും കത്തോലിക്കക്കാരും ഒക്കെ തമ്മിൽ പള്ളികളുടെ പേരിൽ വലിയ തർക്കങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ക്രിസ്ത്യാനികളെ ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ കൊണ്ടുവരിക എളുപ്പമല്ല. അത് വിട്ടിട്ടാണ് മുസ്ലിം സമുദായത്തെ കൂടെ കൊണ്ടുവരുന്നതിനുള്ള പരിപാടികൾ ഏറ്റെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ പ്രോഗ്രാം ഇടുന്നു. അദ്ദേഹം വളരെ കൃത്യമായി നിലവിലുള്ള രാഷ്ട്രീയ സംസ്കാരം മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം 2016 NDAയുടെ വൈസ് ചെയർമാനായി ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണുള്ളത്. എങ്ങനെയെന്ന കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തെ എങ്ങനെ കൂടെ നിർത്തും എന്നുള്ളത്, അത് പിന്നെ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ 2 ലക്ഷം വോട്ടിനെങ്കിലും തോൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവസാന വോട്ടെണ്ണി വന്നപ്പോൾ 10,000-16,000 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വല്ലാതെ വെള്ളം കുടിപ്പിച്ചാണ് അദ്ദേഹം തോൽപ്പിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വികസന ട്രംപ് കാർഡുണ്ട്. അത് വികസിത കേരളം എന്ന് പറയുന്നു അദ്ദേഹം. യുവാക്കൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടി എല്ലാവർക്കും ഒരു ട്രംപ് കാർഡ് അദ്ദേഹം ഇറക്കുന്നുണ്ട്, വികസന കേരളം എന്ന് പറഞ്ഞു, വികസിത കേരളം. പക്ഷേ ആ ട്രംപ് കാർഡ് അത്ര കണ്ടുകൊണ്ട് കേരളത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല. അവരുടെ വർഗീയത, മറ്റു കാര്യങ്ങളെയും അല്ലെങ്കിൽ മുസ്ലിം ങ്ങളുടെയും ക്രിസ്ത്യാനികളോടൊക്കെ ഉള്ള സമീപനത്തിൽ, പട്ടികജാതി പട്ടികവർഗക്കാരോടുള്ള സമീപനത്തിലൊക്കെ പല പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ വേണ്ടത്ര അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. മുനമ്പം കേസ് ഇപ്പം ശരിയാക്കുമെന്നാണ് മറ്റേ കുതിരോട്ടമ്പ പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഒന്നും ശരിയായില്ല എന്ന് മാത്രമല്ല, വഖഫ് ബോർഡുകാർ ആ വസ്തു രജിസ്റ്റർ ചെയ്തതായി അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വളരെ രസകരമായ കാര്യങ്ങളാണ് ആ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുസ്ലിം കാൻഡിഡേറ്റ്സിനെ എടുക്കാൻ വേണ്ടി വലിയ തയ്യാറെടുപ്പിലാണ് BJP. അതുകൊണ്ട് തന്നെ മുസ്ലിമിൽ നിന്ന് ഇനി ആളുകളെ കൊണ്ടുവരുമോ, അതോ ഇപ്പോൾ നിൽക്കുന്ന അബ്ദുള്ള കുട്ടിയെ മന്ത്രിയാക്കുമോ, അതുപോലെ തന്നെ വേണ്ടത്ര ഒരുപാട് മണ്ഡലങ്ങളിൽ അവർ വലിയ പിന്നെ പ്രതീക്ഷയാണ് വെച്ചത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റി കരമന ജയൻ മത്സരിച്ച CP ജോൺ ജയിച്ചിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ അവർ വലിയ പ്രതീക്ഷ വെച്ച മണ്ഡലമാണ്. പക്ഷേ അത് വേണ്ടത്ര ഇല്ല. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയെ പാറശാല കാര്യങ്ങളും ആളുകൾക്ക് വലിയ ഇത് പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൻ്റെ, അതായത് നിയമമണ്ഡലത്തിൽ നേരത്തെ 16,077 വോട്ട് കിട്ടിയെങ്കിൽ അതിൻ്റെ അത്രയും കിട്ടിയിട്ടില്ല രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ BJP രാഷ്ട്രീയത്തെ പലതരത്തിൽ. ഇതിനിടയിൽ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ മറ്റൊരു തർക്കമുണ്ടായിരുന്നു, ആരാണ് നിയമസഭാ കക്ഷി നേതാവെന്ന്. പക്ഷെ അവർ ആ തർക്കം മാറി. നിയമസഭാ സ്പീക്കറായിട്ട് മത്സരിച്ചതും BJPക്ക് 3 സീറ്റേ ഉള്ളൂ, അതുകൊണ്ട് 3 വോട്ടേ കിട്ടിയുള്ളൂ. എന്നാൽ സ്പീക്കറായി പ്രതീകാത്മകമായി മത്സരിച്ചത് BB ഗോപകുമാറാണ്. അതേ ഗോപകുമാറിനെ തന്നെ നിയമസഭാ കക്ഷി നേതാവായി ഉയർത്തിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വളരെ അത്ര അറിയപ്പെടാതിരുന്ന BB ഗോപകുമാർ BJPയുടെ പാർലമെൻ്ററി മുഖമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതും ഈ BJPയുടെ സംഘടനാ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും BJPക്കകത്ത് ഗ്രൂപ്പ് കളിയുണ്ട് എന്നുള്ളൊരു വാദത്തെ രാജീവ് ചന്ദ്രശേഖർ നന്നായി തള്ളിക്കളയുന്നു. അങ്ങനെ ഗ്രൂപ്പ് കളിയില്ല. അതുപോലെ തന്നെ തോൽവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കാൻ പിന്നെ സമയമില്ല, നമുക്ക് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് BJPയുടെ ഒരു കൺസെപ്റ്റ്. എന്തായാലും BJP 3 സീറ്റ് പിടിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ
മുസ്ലിം സമുദായത്തെ കൂടി കയ്യിലെടുക്കുന്നതിനുള്ള പുതിയ പദ്ധതികളുമായി വരുന്നുണ്ട്. എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല. കാരണം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഭരണകക്ഷിയാണ്. ജമാഅത്ത് ഇസ്ലാമി ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ്. അപ്പോൾ SDPIയും അതുപോലെ തന്നെ PDP ഒക്കെയാണ് LDFനെ സപ്പോർട്ട് ചെയ്തത്. ഇനി അവരും കൂടി UDFനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അങ്ങനെ മുസ്ലിം ഔട്ട്റീച്ച് നടത്തി പങ്കെടുപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിപ്പോയതുപോലെ മുസ്ലിം ഔട്ട്റീച്ചും പാളിപ്പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പോൾ കൃത്യമറിയില്ല. എന്തായാലും വരട്ടെ. നമുക്കിതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പൊളിറ്റിക്സ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ED വന്നിട്ട് CPMനെ തകർത്തുകൊണ്ട് ആ സ്പേസിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള BJPയുടെ അജണ്ട കൂടി ഉണ്ട് എന്നൊരു വർത്തമാനം ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇല്ലാതാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കി കാണുക മാത്രമേ തരമുള്ളൂ.